ആരെങ്കിലും പെൺമയില് പീലി വിടർത്തി നിൽക്കുന്നത് കണ്ടു 239 സ്റ്റെപ്പ് കയറിയിട്ട് വേണം ഇവിടെ എത്താൻ വേണ്ടി. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കേരള പഴനി അമ്പലത്തെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര മനസ്സിന് സമാധാനം തേടിയുള്ളതായിരുന്നു. അമ്പലത്തിൽ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആദ്യം കീഴ്ക്കാവിലാണ് പ്രാർത്ഥിക്കുക. അവിടെ തേങ്ങ ഉടച്ചതിന് ശേഷം ഞങ്ങൾ സ്റ്റെപ്പ് ഓരോന്നായി കയറാൻ തുടങ്ങി. ഒറ്റയടിക്ക് നമുക്ക് ഈ സ്റ്റെപ്സ് ഒന്നും കയറാൻ പറ്റില്ല. അപ്പൊ കുറച്ചീശായിട്ടാണ് കയറിയത്. അങ്ങനെ കഷ്ടപ്പെട്ട ആ സ്റ്റെപ്സ് ഒക്കെ കയറി അവിടെ എത്തുമ്പോൾ നമുക്കൊരു പ്രത്യേക തരത്തിലുള്ള ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാൻ പറ്റും. സാധാരണ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന അമ്പലത്തിന്റെ ഒരു സ്ട്രക്ചർ അല്ല ഈ ഒരു അമ്പലം. ശരിക്കും നമുക്കൊരു തമിഴ് ടച്ച് ഇതിന് ഫീൽ ചെയ്യും. നമ്മുടെ പഴനി അമ്പലത്തിലെ എല്ലാ തരം വഴിപാടുകളും ഇവിടെ ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാം. മുരുകന്റെ അമ്പലത്തിലെ മയിലിനല്ലാണ്ട് പിന്നെ വേറെ ഏത് പക്ഷിയെ നമ്മൾ കാണാം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പെൺമയിൽ ഇങ്ങനെ പീലി വിടർത്തി നിൽക്കുന്നത് കാണുന്നത്. തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ വരുന്നവരാണെങ്കിൽ ഈ ഒരു അമ്പലം ഒന്ന് വിസിറ്റ് ചെയ്തു.